നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM-ന്റെ നെഞ്ചത്ത് കയറി ഗോളടിച്ചുകൊണ്ട് ഇതാ സതീശൻ മിന്നിക്കുന്നു. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ സംവിധാനം അടിമുടി പരിഷ്കരിക്കുകയാണ് പുതിയ സർക്കാർ. അനർഹരെ മുഴുവൻ ഒഴിവാക്കി അർഹരായ പാവപ്പെട്ടവരിലേക്ക് മാത്രം ക്ഷേമ പെൻഷൻ കൃത്യമായി എത്തിക്കുക എന്നതാണ് VD സതീശന്റെ ലക്ഷ്യം. വിപ്ലവകരമായ തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നതോടെ CPM നേതാക്കൾക്ക് മുട്ടിടിക്കുന്നു. പെൻഷൻ വിതരണ ചുമതലയിൽ നിന്ന് ഇതാ സഹകരണ ബാങ്കുകളെയും സൊസൈറ്റികളെയും സംസ്ഥാന സർക്കാർ ഒഴിവാക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ തുക പൂർണ്ണമായും നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള വഴികളാണ് സർക്കാർ തേടുന്നത്. ഇത്തരമൊരു വൻ തീരുമാനത്തോടെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ നാഷണലൈസ്ഡ് ബാങ്കുകളിലൂടെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. വർഷങ്ങളായി തഴച്ചു വളർന്ന വ്യാജ ഗുണഭോക്താക്കളുടെ വലിയ സാമ്രാജ്യമാണ് ഇപ്പോൾ തകർന്നു വീഴുന്നത്. പല CPM നേതാക്കൾക്കും അനർഹമായി സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നുവെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കണ്ടെത്തൽ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയ പുതിയ തീരുമാനത്തെ ഇപ്പോൾ ഭരണകക്ഷി നേതാക്കൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സമൂഹത്തിലെ പല പ്രമുഖരും ഈ തീരുമാനത്തിന് കയ്യടിയാണ് നൽകുന്നത്. ജനങ്ങളുടെ അവകാശം നേരിട്ട് അവരിലേക്ക് എത്തട്ടെ, അതിനിടയിൽ എന്തിനാണ് ചിലർ നിൽക്കുന്നത്? അവരൊക്കെ എന്തോ ഔദാര്യം നൽകുന്നത് പോലെ ഇത് വീട്ടിലെത്തിക്കുന്നു. ഇനി ഇത്തരം ഏർപ്പാടുകൾ വേണ്ട എന്ന് കോൺഗ്രസ് നേതാവ് BRM ഷെരീഫ് ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. മികച്ച തീരുമാനം തന്നെയാണിത്. ജനങ്ങളുടെ അവകാശം നേരിട്ട് അവരിലേക്ക് എത്തട്ടെ, അതിനിടയിൽ ചിലർ നിൽക്കുന്നു. അവരെന്തോ ഒരു ഔദാര്യം നൽകുന്നത് പോലെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ഇനി അത്തരം ഏർപ്പാടൊന്നും വേണ്ട. കോൺഗ്രസ് നേതാവ് BRM ഷഫീറിനെ പോലെയുള്ള നേതാക്കൾ കട്ടയ്ക്ക് പ്രതികരിക്കുകയാണ്. മുൻ സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ ഘട്ടത്തിൽ വലിയ ക്രമക്കേടുകളും തട്ടിപ്പുകളും നടന്നുവെന്നാണ് പുതിയ സർക്കാരിൻ്റെ കണ്ടെത്തൽ. സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഗുണഭോക്താക്കളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ പല സ്ഥലങ്ങളിലും അവർ രേഖപ്പെടുത്തിയിരുന്നില്ല. വിതരണ കണക്കുകളിലും വലിയ പൊരുത്തക്കേടുകൾ. പുതിയ സർക്കാർ ഈ വിഷയം ഗൗരവമായി പഠിച്ചു. സഹകരണ ബാങ്കുകൾ വഴിയുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന് കണ്ടെത്തി. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ മാനദണ്ഡങ്ങൾ ഇതിൽ പ്രധാന ഘടകമായി മാറി. ഇനി മുതൽ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം. കിടപ്പ് രോഗികൾക്കും നേരിട്ട് പോയി തുക വാങ്ങാൻ കഴിയാത്ത, ഒഴിവാക്കാനാവാത്ത ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇനി വീടുകളിൽ നേരിട്ട് തുക എത്തിക്കുകയുള്ളൂ. സഹകരണ സംഘങ്ങൾക്ക് നൽകിയിരുന്ന വൻ തുക ഇൻസെന്റീവ് ലാഭിക്കാനും ഇതുവഴി കഴിയും. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കത്ത് പരിശോധിച്ചതിന് ശേഷമാണ് ധനവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. 2021 തെരഞ്ഞെടുപ്പ് കാലമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് സഹകരണ ബാങ്കിലെ ജീവനക്കാർ ക്ഷേമ പെൻഷൻ തുകയുമായി വോട്ടർമാരുടെ വീട്ടിലേക്ക് ഇരച്ചെത്തുന്ന കാഴ്ച. ക്ഷേമ പെൻഷൻ കൈമാറുന്നതിനൊപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ കൂടി അവരെ അറിയിക്കും. തുടർന്നും പെൻഷൻ വീട്ടിലെത്തിക്കണമെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യണമെന്നതായിരുന്നു അവരുടെ അഭ്യർത്ഥന. പണം കൊടുത്ത് വോട്ട് തട്ടുന്ന തന്ത്രമായിരുന്നു അന്ന് ഇടതുപക്ഷം പയറ്റിയത്. സമാനമായ ചില തന്ത്രങ്ങൾ ഇക്കുറിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷം പുറത്തെടുത്തു. പക്ഷെ ജനങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞിരുന്നു. സഹകരണ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ വിതരണം ചെയ്തിരുന്ന രീതി ഇനി ഇല്ല. ഈ രീതിയുടെ മറവിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന് വ്യക്തമാണ്. സർക്കാർ സർവീസിലുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കം 1458 സർക്കാർ ജീവനക്കാർ അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിരുന്നുവെന്ന് നേരത്തെ കണ്ടെത്തി. ഗുരുതരമായി കണ്ടെത്തലിനെ തുടർന്ന് ചില പ്രാഥമിക നടപടികൾ സർക്കാർ കൈക്കൊണ്ടിരുന്നു. മണ്ണ് സംരക്ഷണ വകുപ്പിലെ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ള 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അനധികൃതമായി തട്ടിയ തുക 18% പലിശ നിരക്കിൽ തിരിച്ചടയ്ക്കണമെന്നാണ് സർക്കാർ ഇവർക്ക് നൽകിയ ഉത്തരവ്. ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ സോഫ്റ്റ്വെയർ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ എന്നിവരടക്കം ഉയർന്ന ശമ്പളം വാങ്ങുന്ന പലരും പാവപ്പെട്ടവരുടെ ഈ പെൻഷനിൽ കൈയിട്ട് വാരി. തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലെ സർക്കാർ കോളേജുകളിൽ ജോലി ചെയ്യുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വരെ ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു. 3 ഹയർ സെക്കൻഡറി അധ്യാപകരും പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടുന്നു.
ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയത് 373 പേർ. തൊട്ടുപിന്നിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 224, മെഡിക്കൽ എഡ്യൂക്കേഷനിൽ 124, ആയുർവേദ വകുപ്പിൽ 114. മിക്ക വകുപ്പുകളിലും സർക്കാർ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ ഇത്തരം ക്ഷേമ പെൻഷനുകൾ അനർഹമായി തട്ടിയെടുത്തു. അനർഹമായി വാങ്ങിയ മുഴുവൻ തുകയും പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്ന് പഴയ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നടപടികൾ അധികം മുന്നോട്ട് കൊണ്ടുപോയില്ല. പൊതുജനങ്ങളുടെ നികുതിപ്പണം അർഹതയില്ലാത്തവരുടെ പോക്കറ്റിൽ ചെന്ന് വീഴുന്ന വലിയ തട്ടിപ്പാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നടന്നത്. ഇവിടെയാണ് വി.ഡി. സതീശൻ സർക്കാർ കരുതലോടെ നീങ്ങിയത്. സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 66.22 ലക്ഷം. ഈ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ കണക്കുകൂട്ടുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേരും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടുന്നതാണ് ഈ ലിസ്റ്റ്. UDF സർക്കാർ പ്രതിമാസ പെൻഷൻ തുക 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കർശനമായ നിരീക്ഷണത്തിലൂടെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായാൽ ഈ പ്രഖ്യാപനത്തിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകില്ല എന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. മസ്റ്ററിംഗും തുടർ നടപടികളും കർശനമാക്കി അനർഹരെ പൂർണ്ണമായി വെട്ടിനിർത്തുമെന്നതാണ് സതീശൻ സർക്കാരിൻ്റെ നിലപാട്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 cc മുകളിൽ എഞ്ചിൻ ശേഷിയുള്ള കാറുള്ളവർ, മറ്റു പെൻഷനുകൾ വാങ്ങുന്നവർ എന്നിവർക്കൊന്നും നിലവിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ല. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ഗൾഫിലുള്ള മക്കളുടെ വരുമാനം മറച്ചുവെച്ച് പതിനായിരങ്ങളാണ് ഈ പണം തട്ടിയെടുക്കുന്നത്. ഇതിന് അറുതി വരുത്തുന്നതോടെ അർഹരിലേക്ക് കൂടുതൽ പണമെത്തിക്കാൻ ഇപ്പോഴത്തെ സർക്കാരിന് കഴിയും. വ്യാജന്മാരെ പടിക്ക് പുറത്തു നിർത്തി 3000 രൂപ വീതം പെൻഷൻ തടസ്സമില്ലാതെ നൽകാൻ ഈ സർക്കാരിന് കഴിയും എന്ന ആത്മവിശ്വാസമാണ് വി.ഡി. സതീശനുള്ളത്. UDF സർക്കാരിൻ്റെ നീക്കം ഇടതു കേന്ദ്രങ്ങളെ വിരളി പിടിപ്പിക്കുന്നു. രാജ്യത്തിന് മാതൃകയായ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിൻ്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. പാവപ്പെട്ടവരുടെ കൈകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ജനകീയ പെൻഷൻ വിതരണ പദ്ധതി UDF സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. ജനകീയ പെൻഷൻ വിതരണ പദ്ധതി അട്ടിമറിക്കാനാണ് പുതിയ ഉത്തരവിലൂടെ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. 10 വർഷക്കാലമായി TBT സ്വയം തിരഞ്ഞെടുത്തവരൊഴികെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിലെ പകുതിയോളം പേർക്കും ബാങ്കുകൾ കയറിയിറങ്ങാതെ തങ്ങളുടെ വീട്ടുപടിക്കൽ പെൻഷൻ തുക ലഭ്യമായിരുന്നു. ആ സിസ്റ്റമാണ് ഇപ്പോഴത്തെ സർക്കാർ തകർത്തത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നാഷണലൈസ്ഡ് ബാങ്കുകളിലൂടെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പണം എത്തിക്കുക. സർക്കാരിൻ്റെ പുതിയ തീരുമാനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് ഒരു വശത്ത് മുറുകുമ്പോൾ മറുവശത്ത് ഭരണകക്ഷി നേതാക്കൾ ശക്തമായ പ്രോത്സാഹനവും കയ്യടിയും ഈ പദ്ധതിക്ക് നൽകുന്നു. പുതിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് CPM-ഉം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഭരണകക്ഷി നേതാക്കൾ കളത്തിലിറങ്ങി. സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണത്തിൻ്റെ മറവിൽ CPM നേതാക്കളും പ്രാദേശിക ഏജന്റുമാരും ചേർന്ന് കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരുന്നത്. ജനങ്ങളുടെ അവകാശം ഇടനിലക്കാരില്ലാതെ നേരിട്ട് അവരിലേക്ക് എത്തട്ടെ എന്ന് BRM ഷെഫീറിനെ പോലെയുള്ളവർ പറയുന്നു. അഡ്വക്കേറ്റ് BRM ഷെരീഫിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഇതൊരു മികച്ച തീരുമാനം തന്നെയാണ്. ജനങ്ങളുടെ അവകാശം നേരിട്ട് അവരിലേക്ക് എത്തട്ടെ. അതിനിടയിൽ ചിലർ നിൽക്കുന്നു. അവരെന്തോ ഒരു ഔദാര്യം നൽകുപോലെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ഇനി അത്തരം ഏർപ്പാടൊന്നുമില്ല. പിണറായി വിജയൻ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ്, അതിന് താഴെ അതിശക്തമായ വിമർശനങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. വല്ലാത്തൊരു കാഴ്ച തന്നെ. പെൻഷന്റെ മറവിൽ നടത്തിയിരുന്ന രാഷ്ട്രീയ കളി ഇനി നടക്കില്ല എന്ന് കണ്ടപ്പോഴുള്ള നടുക്കമാണ് പിണറായി വിജയൻ എന്ന് ചിലർ പറയുന്നു. ബാങ്ക് അക്കൗണ്ടിലൂടെ നേരിട്ട് തുക എത്തുന്നത് സുതാര്യത ഉറപ്പാക്കുമെന്നതാണ് ഇക്കൂട്ടരുടെ വാദം. സഹകരണ സംഘങ്ങൾ വഴി നടന്ന പെൻഷൻ വിതരണത്തിലെ വൻ ക്രമക്കേടുകൾ ഇപ്പോൾ UDF നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തിൽ മരിച്ച വ്യക്തിയുടെ പേരിൽ വർഷങ്ങളോളം പെൻഷൻ തുക പറ്റിയ സംഭവം. CPM ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ DYFI ഭാരവാഹിയുമായ വ്യക്തി വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയ വാർത്ത നേരത്തെ വലിയ പ്രാധാന്യം നേടിയിരുന്നു. തലശ്ശേരിയിൽ വിവിധ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്ത കേസിൽ CPM ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവും റൂറൽ ബാങ്ക് കളക്ഷൻ ഏജന്റുമായ
കോളത്ത് കണ്ടി ബിജുവിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ശക്തമായ ഒരു നീക്കമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണ സംവിധാനത്തിൽ വരുത്തിയിരിക്കുന്നത്. അത് അടിമുടി CPM-നെ ഉലയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.